പാർട്ടി സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിയ സീറ്റ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകി CPM. തിരുവനന്തപുരം നഗരസഭയിലെ കാലടി വാർഡിലാണ് CPMന്റെ അപ്രതീക്ഷിത നടപടി. CPI ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത സീറ്റിലാണ് ജോസിന് വേണ്ടി CPM വിട്ടുവീഴ്ച ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ കാലടിയിലെ സ്ഥാനാർത്ഥിയെയും CPM പ്രഖ്യാപിച്ചു. DYFI ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം KM ഷാമോഹന്റെ പേരാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ കാലടിയിലെങ്ങും ഷാമിന് വേണ്ടി CPM പ്രവർത്തകർ ചുവരെഴുതി പോസ്റ്ററും പതിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചാരണവും ആരംഭിച്ചു. ഷാമാകട്ടെ വീടുകൾ കയറി വോട്ടഭ്യർത്ഥനയും തുടങ്ങി. ഇന്നലെ വൈകിട്ടായിരുന്നു ജോസ് കെ മാണി വിഭാഗവുമായുള്ള ഉഭയകക്ഷി ചർച്ച. പൊന്നുമംഗലം, പൂന്തുറ, നാലാഞ്ചിറ വാർഡുകളാണ് അവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ കാലടിയും നാലാഞ്ചിറയും നൽകാൻ ധാരണയായി. ചാല ഏരിയ സെക്രട്ടറി സുന്ദറെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് കാലടി വാർഡ് മുന്നണി ധാരണ അനുസരിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകുകയാണെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. ഇന്നലെ ജില്ലാ അവിടുത്തെ കോർപ്പറേഷനിലെ ഈ കാലടി വാർഡ് നമുക്ക് തന്നുകൊണ്ട് LDF തീരുമാനമുണ്ട്. അപ്പോൾ ഇനി അതിനപ്പുറത്ത് നമുക്കെല്ലാം നമ്മൾ സ്ഥാനാർത്ഥി ഇറങ്ങി അവിടെ വർക്ക് ചെയ്യും. അതൊക്കെ ഈ ചില ഈ അവിടത്തുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ അങ്ങ് തീരും. അത് അവരുടെ പാർട്ടിയുടെ അതൊക്കെ അവർ പാർട്ടി തീർത്തോളും. അതേസമയം തൽക്കാലം പ്രചാരണ പരിപാടികൾ നിർത്തിവെക്കാനാണ് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയതെന്നും സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നും ഷാമോഹൻ മീഡിയ വണ്ണോട് പറഞ്ഞു. നേരത്തെ ജില്ലയിലെ പ്രധാന യുവനേതാക്കളിൽ ഒരാളായ കാലടി ജയചന്ദ്രന് വേണ്ടി CPI ആവശ്യപ്പെട്ട സീറ്റാണിത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കാണ് ജയചന്ദ്രനെ CPI പരിഗണിച്ചത്. എന്നാൽ അന്ന് സീറ്റ് വിട്ടു നൽകാൻ CPM തയ്യാറായിരുന്നില്ല. തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനത്തിൽ CPMഉം CPIയും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. CPI ആവശ്യപ്പെട്ട സീറ്റ് CPM ഏറ്റെടുത്തുകൊണ്ടിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നത് മറ്റൊരു തർക്കത്തിനു കൂടി വഴിവെക്കുമെന്നതിൽ സംശയമില്ല. കാലടിയിൽ നിന്നും ഷിബു ചെടിച്ചെടിക്കൊപ്പം അനന്തു രാമചന്ദ്രൻ, മീഡിയ 1.